പെൻസിൽ റബ്ബറിനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. റബ്ബർ ചോദിച്ചു, എന്തിന്? നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. പെൻസിൽ പറഞ്ഞു, എന്റെ കാരണത്താൽ നിനക്ക് വേദനിക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ എപ്പോഴൊക്കെ തെറ്റുകൾ വരുത്തുന്നുവോ അത് മായ്ക്കാൻ നീ എപ്പോഴും അവിടെയുണ്ട്. എന്നാൽ എന്റെ തെറ്റുകൾ മായ്ക്കുമ്പോൾ നിനക്ക് നിന്റെ തന്നെ ഒരു ഭാഗം നഷ്ടപ്പെടുകയും നീ ഓരോ തവണ ചെറുതാവുകയും ചെയ്യുന്നു. റബ്ബർ മറുപടി നൽകി, അത് ശരിയാണ്, പക്ഷേ എനിക്കതിൽ വിഷമമില്ല. നോക്കൂ, ഞാൻ ഇതിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. നീ എപ്പോഴൊക്കെ തെറ്റുവരുത്തുന്നുവോ അപ്പോഴൊക്കെ സഹായിക്കാനാണ് ഞാൻ ഉള്ളത്. ഒരു ദിവസം ഞാൻ ഇല്ലാതാകുമെന്ന് എനിക്കറിയാമെങ്കിലും എന്റെ ജോലിയിൽ ഞാൻ സന്തുഷ്ടനാണ്. അതുകൊണ്ട് ദയവായി നീ വിഷമിക്കരുത്. നീ സങ്കടപ്പെടുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ ഒരു പെൻസിൽ റബ്ബറിനോട് പറഞ്ഞു, കാനനവാസിയായ ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചിരുന്നു. അയാളും കുടുംബത്തിലുള്ള ആരും തന്നെ കണ്ണാടിയോ തങ്ങളുടെ പ്രതിബിംബമോ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അയാൾക്ക് അപ്രതീക്ഷിതമായി ഒരു കണ്ണാടി കളഞ്ഞു കിട്ടി. അയാൾ കണ്ണാടിയിൽ തന്റെ രൂപം കണ്ടപ്പോൾ തന്റെ അച്ഛന്റെ ചിത്രമാണെന്ന് തെറ്റിദ്ധരിച്ച് അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കി തന്റെ അച്ഛനോടെന്ന വണ്ണം സംസാരിക്കാൻ തുടങ്ങി. ഇത് കണ്ട അയാളുടെ ഭാര്യയ്ക്ക് സംശയം തോന്നി. അയാൾ പുറത്തേക്ക് പോയ ഒരു ദിവസം അവർ ആ കണ്ണാടി എടുത്ത് നോക്കി. കണ്ണാടിയിൽ തന്റെ തന്നെ മുഖം കണ്ട അവർ പറഞ്ഞു, ആഹാ, ഇവളുമായാണല്ലേ എന്റെ ഭർത്താവ് ദിവസവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കോപത്തോടെ അവൾ ആ കണ്ണാടി വൃദ്ധയായ തന്റെ അമ്മായിയമ്മയെ കാട്ടി. അവർ ഏറെ നേരം കണ്ണാടിയിൽ സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം മരുമകളോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ദൈവത്തിന് നന്ദി പറയൂ. ഇതൊരു വെറും കിളവിയാണ്, പെട്ടെന്ന് തന്നെ മരിച്ചു പോയിക്കോളും. കാനനവാസിയായ ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തോടൊപ്പം ജീവിച്ചിരുന്നു. അയാളും കുടുംബത്തിലുള്ള സൈന്യങ്ങളുടെ കർത്താവെ, നീതിമാനെ പരിശോധിക്കുകയും ഹൃദയവും മനസ്സും കാണുകയും ചെയ്യുന്നവനെ, അങ്ങ് അവരോട് പ്രതികാരം ചെയ്യുന്നത് കാണാൻ എന്നെ അനുവദിക്കണമേ. അങ്ങയിലാണല്ലോ ഞാൻ ആശ്രയിക്കുന്നത്. കർത്താവിന് കീർത്തനം പാടുവിൻ, അവിടുത്തെ സ്തുതിക്കുവിൻ. എന്തെന്നാൽ ദുഷ്ടരുടെ കയ്യിൽ നിന്ന് ദരിദ്രരുടെ ജീവനെ അവിടുന്ന് രക്ഷിച്ചു. മനോഹരമായ പുഞ്ചിരികൾ കൊണ്ട് മൂടപ്പെട്ട കുഴികളാണ് ചതികളുടേതെല്ലാം. അതിൽ വീണു പിടയുമ്പോൾ രക്ഷാകരായ അഭിനയിക്കുന്നതും കുഴിയിൽ വീഴ്ത്തിയവരാകും. അതുകൊണ്ട് തന്നെയാണ് ചതി പറ്റിയ പലർക്കും ചതിച്ചവരെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്. പാതിവഴിയിൽ കൂടെ ചേർന്ന മനുഷ്യരിൽ പലരിലും സ്നേഹത്തിനും ചിരിക്കുമിടയിൽ ഒളിച്ചു വെച്ചൊരു മൂന്നാം കണ്ണുണ്ടാവും. ചതിയുടെ മൂന്നാം കണ്ണ്. മനോഹരമായി മൂടിവെച്ച കുഴികളൊരുക്കി അതിനുമേലേക്ക് വിശ്വാസത്തിൻ്റെ കൈപ്പിടിച്ച് നമ്മളെ നടത്തിക്കൊണ്ടുപോകും ആ മനുഷ്യരൊക്കെ. കണ്ണൊന്ന് തെറ്റുന്നേരം പിന്നിൽ നിന്ന് തള്ളി ആ വീഴ്ചയുടെ ആക്കം കൂട്ടാൻ പിന്നെ സഹതാപത്തിൻ്റെ മുഖമൂടിയണിഞ്ഞ് നമുക്ക് നേരെ കൈനീട്ടിത്തരും. വീണതിന് കാരണം അവരാണെന്നും വീഴ്ത്തിയത് അവരാണെന്നും തിരിച്ചറിയാതെ പിടിച്ചു കയറ്റാൻ നീട്ടിത്തന്ന ആ കൈകളെ മാത്രം നമ്മൾ കാണും. എത്ര കരകയറിയാലും ആ വീഴ്ചയുടെ ആഘാതം നമ്മളെ വിട്ടുപോകില്ലെന്ന് അവർക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ അവരെ വിശ്വസിച്ച് അടുത്ത കുഴിയിലേക്ക് നടന്നു പോകും. അങ്ങനെ കണ്ണടച്ച് യാഥാർത്ഥ്യം തിരിച്ചറിയാതെ സ്നേഹത്തിൻ്റെ വേഷം കെട്ടലുകൾക്ക് മുന്നിൽ സ്വയം കോമാളി വേഷമാടി നശിച്ചു പോയ മനുഷ്യരാണ് നമുക്ക് ചുറ്റിലുള്ള തോറ്റുപോയ മനുഷ്യരിൽ ഏറിയ പങ്കും. ചതിയുടെ കഥകൾ എപ്പോഴും അങ്ങനെയാണ്. അത് തിരിച്ചറിയുന്നത് ഒരു തരത്തിലും പ്രതികരിക്കാനാവാതെ തളർന്നു പോകുന്ന കാലത്തിലാവും. അന്ന് നമ്മൾ ഉറക്കെ വിളിച്ചു പറയുന്ന നീറുന്ന സത്യങ്ങളെക്കാൾ ആളുകൾ വിശ്വസിക്കുന്നത് നമ്മളെ ചതിച്ചവരുടെ നിറം പിടിപ്പിച്ച നുണകളുടെ കഥകളാവും. അവിടെയും നമ്മൾ ചതിക്കപ്പെടും.
ചിതയിലും എരിഞ്ഞു തീരാത്ത നോവുകളുമായി നമ്മൾ സ്വയം എരിഞ്ഞു തീരുമെന്നല്ലാതെ തിരുത്താൻ ഒരു നിമിഷം പോലും കാലം നമുക്ക് ബാക്കി തരില്ല. കുറ്റം കാലത്തിൻ്റേതല്ല. കാലം നമുക്ക് സമയം തന്നിട്ടും കണ്ണു തുറന്ന് കാണാൻ കാഴ്ച തന്നിട്ടും കാണാതെയും തിരിച്ചറിയാതെയും കടന്നുപോയ നമ്മുടെ അശ്രദ്ധയുടെ കുഴപ്പമാണ്. ജീവിതം ഒരു ചതുരംഗ കളിയാണ്. സ്വന്തം നീക്കങ്ങളെക്കാൾ എതിർവശത്തുള്ളവൻ്റെ നീക്കത്തിൽ എപ്പോഴും ശ്രദ്ധയുണ്ടാകണം. അവർ കളിക്കുന്നത് നമ്മളെ ജയിപ്പിക്കാനല്ല, നമ്മളെ തോൽപ്പിച്ച് അവർക്ക് ജയിക്കാനാണ്. അവർക്ക് ജയിക്കാൻ മാത്രം കടപ്പാട്. കർത്താവായ യേശു തൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. അവിടുന്ന് പ്രാർത്ഥനയും ഉപവാസവും ദൈവവചനവും കൊണ്ട് പിശാചിൻ്റെ പ്രലോഭനം തോൽപ്പിച്ചു. പിശാച് മനുഷ്യജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കാതെ ഇരിക്കാൻ ഈ 3 വചനങ്ങൾ അനുസരിച്ച് ജീവിക്കണം. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മത്തായി 4:4. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. മത്തായി 4:7. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മത്തായി 4:10. താൻ സകലരുടെയും ദൈവവും കർത്താവുമാണെന്ന് യേശു തൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ സാക്ഷ്യം നൽകി. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി. ഒരു നല്ല ചിന്ത. ഒരിക്കൽ ഒരു കർഷകൻ തൻ്റെ വയൽ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ കലപ്പ എന്തിലോ മുട്ടി ശബ്ദം കേട്ടു. അയാൾ അവിടെ കുഴിച്ചു നോക്കിയപ്പോൾ ഒരു ചെമ്പുകുടം ലഭിച്ചു. അത് നിറയെ സ്വർണവും രത്നങ്ങളുമായിരുന്നു. കൃഷിക്കാരന് സന്തോഷമായി. എങ്കിലും അത് സ്വയം ഉപയോഗിക്കുവാൻ അയാൾക്ക് മനസ്സില്ലായിരുന്നു. അയാൾ അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ആരെയും കണ്ടെത്തിയില്ല. അതിനാൽ അയാൾ അത് ഗ്രാമമുഖ്യനെ ഏൽപ്പിച്ചു. ഗ്രാമമുഖ്യൻ ഗ്രാമീണരെയൊക്കെയും വിളിച്ചുകൂട്ടി ഉടമസ്ഥനെ അന്വേഷിച്ചെങ്കിലും ഉടമസ്ഥനെ കണ്ടെത്തിയില്ല. തന്മൂലം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഗ്രാമമുഖ്യൻ ആ കുടം ആ കർഷകന് തന്നെ സംഭാവന ചെയ്തു. കൃഷിക്കാരന് അതും സന്തോഷം. പക്ഷേ അതിലുണ്ടായിരുന്ന നിധി സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുവാൻ അയാൾ തയ്യാറായില്ല. പകരം ആ ഗ്രാമത്തിലുള്ള ദരിദ്രർക്കും അനാഥർക്കും വയൽ വാങ്ങുന്നതിനും വീട് നിർമ്മിക്കുന്നതിനും കുഞ്ഞുങ്ങൾക്കായി സ്കൂളുകൾ ഉണ്ടാക്കുന്നതിനും രോഗികൾക്ക് ആശുപത്രി പണിയുന്നതിനും അത് അയാൾ ഉപയോഗിച്ചു. ഒറ്റ മനുഷ്യൻ്റെ നിസ്വാർത്ഥതയും വിശ്വസ്തതയും ആ ഗ്രാമത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തിയതുകൊണ്ട് പലരും അയാളോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ സന്നദ്ധരായി. പണ്ടുകാലങ്ങളിൽ അനേകം മനുഷ്യർ ആർത്തിയില്ലാത്തവരും വിശ്വസ്തരുമായിരുന്നു. ഇവിടെ ആ കർഷകനെ ഗ്രാമമുഖ്യനും ഗ്രാമവാസികളെല്ലാവരും എത്ര വലിയ വിശ്വസ്തതയാണ് കാട്ടുന്നത്. അവരാരും തന്നെ അത്യാഗ്രഹികളായിരുന്നില്ല. ഇന്ന് നമ്മിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു നിധി കിട്ടിയാൽ അക്കാര്യം മറ്റാരും അറിയുക പോലുമില്ല. ഇന്ന് അവിശ്വസ്തതയും സ്വാർത്ഥതയും മിക്കവരുടെയും ജീവിതത്തെ ഗ്രസിച്ചിരിക്കുന്നു.
പൊതു ഫണ്ടുകളിൽ നിന്ന് പണം എങ്ങനെ സ്വന്തമാക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് അനേകരും. ഓരോ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും പല ഉദ്യോഗസ്ഥർക്കും സന്തോഷമാണ്. കാരണം അതിലൂടെ തങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുവാൻ ആവുമല്ലോ. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഈ കർഷകനെ പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ നാം പറയുന്നത് പോലെ നമ്മുടെ നാട് എന്നേ ദൈവത്തിൻ്റെ സ്വന്തം നാട് ആവുമായിരുന്നു. സ്വാർത്ഥരഹിതരായി സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്നവർക്ക് ഈ ഭൂമിയെ സ്വർഗമാക്കി തീർക്കുവാൻ കഴിയും. പരിമിതമായ അറിവുകൊണ്ട് വലിയ ലക്ഷ്യങ്ങൾ കീഴടക്കാൻ നോക്കുന്നവരാണോ നിങ്ങൾ? അനുഭവസമ്പന്നനായ ഒരു വഴികാട്ടി നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എത്ര വലുതായിരിക്കും? ഈ കഥയൊന്ന് കേട്ടു നോക്കൂ. ഒരിക്കൽ അതിരുകളില്ലാത്ത വിശാലമായ മരുഭൂമിയിലൂടെ ഒരു യുവാവായ അറബി സഞ്ചാരി തന്റെ പരിമിതമായ യാത്രാ സാമഗ്രികളുമായി യാത്ര ചെയ്യുകയായിരുന്നു. എവിടെയാണ് തന്റെ ലക്ഷ്യസ്ഥാനമെന്നോ എവിടെയാണ് നല്ല വെള്ളം കിട്ടുന്നതെന്നോ അയാൾക്ക് കൃത്യമായ അറിവില്ലായിരുന്നു. വഴിമധ്യേ അയാൾ മരുഭൂമിയെക്കുറിച്ച് ആഴത്തിൽ അറിവുള്ള വൃദ്ധനായ ഒരു ഉസ്താദിനെ കണ്ടുമുട്ടി. ഉസ്താദ് തന്റെ കയ്യിലുള്ള വിശാലമായ ഭൂപടവും സുരക്ഷിതമായ ഒട്ടേറെ വഴികളും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിനക്ക് ഇതിൽ ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാം, ഞാൻ നിന്നെ സഹായിക്കാം. എന്നാൽ യുവാവ് വിനയത്തോടെ പറഞ്ഞു, വേണ്ട ഉസ്താദെ, അങ്ങ് എനിക്ക് ഏറ്റവും മികച്ച വഴി കാണിച്ചു തന്നാൽ മതി. അങ്ങയുടെ കൈ പിടിച്ച് നടക്കാനാണ് എനിക്ക് ഇഷ്ടം. ഉസ്താദ് പലതവണ അവനോട് സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവൻ സ്നേഹത്തോടെ നിരസിച്ചു. ഒടുവിൽ ഉസ്താദ് അവനെ ഏറ്റവും വിശാലമായതും സമൃദ്ധവുമായ ഒരു മരുപ്പച്ചയിലേക്ക് എത്തിച്ചു. അവിടെ എത്തിയപ്പോൾ ഉസ്താദ് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് നിനക്ക് ഇഷ്ടമുള്ള വഴി സ്വയം തിരഞ്ഞെടുക്കാത്തത്? യുവാവ് മറുപടി പറഞ്ഞു, അല്ലയോ ഉസ്താദെ, എന്റെ കാഴ്ചപ്പാടുകൾ ചെറുതാണ്. ഞാൻ തിരഞ്ഞെടുത്താൽ എനിക്ക് ലഭിക്കുന്നത് എന്റെ ബുദ്ധിക്കനുസരിച്ചുള്ള പരിമിതമായ വഴിയായിരിക്കും. പക്ഷേ അങ്ങ് എന്നെ നയിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് അങ്ങയുടെ അനുഭവ സമ്പത്തിന്റെ വലിയൊരു ലോകമാണ്. ഒറ്റയ്ക്ക് വഴി കണ്ടെത്താനുള്ള ശേഷിയുണ്ടെങ്കിലും വിവേകികൾ അനുഭവസ്ഥരുടെ കൈകൾ ചേർത്ത് പിടിക്കും. കാരണം അവർക്കറിയാം എപ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്ന്. എന്റെ കയ്യിൽ ഒതുങ്ങുന്നതെല്ലാം വേണമെന്ന പ്രാർത്ഥനയേക്കാൾ എത്രയോ ഔന്നത്യമുണ്ട് ഏറ്റവും നല്ലത് വേണമെന്ന പ്രാർത്ഥനയ്ക്ക്. സ്വന്തം കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് മാത്രം വേണമെന്ന വാശി ഉപേക്ഷിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ആയിരിക്കും. ലോകം എല്ലാവർക്കും വേണ്ടി വലിയ വിരുന്നൊരുക്കുമെങ്കിൽ എന്തിനാണ് ചെറിയ പാത്രവുമായി കാത്തു നിൽക്കുന്നത്? ലഭിച്ചേക്കാവുന്ന നന്മകൾ തുളുമ്പിപ്പോകാത്ത വിധം മനസ്സും ശരീരവും വിശാലമാക്കാൻ ശ്രമിക്കുന്നവർക്കാണ് ജീവിതം ആസ്വാദ്യകരമാകുന്നത്. അഹങ്കാരം വിവേകിയുടെ അടയാളമല്ല. അനുഭവസ്ഥർ പകർന്നു നൽകുന്ന അറിവിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന വിനയമാണ് യഥാർത്ഥ ഔന്നത്യം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എന്റെ മോട്ടിവേഷൻ. താങ്ക് യു. പരിമിതമായ അറിവുകൊണ്ട് വലിയ
എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ. ഗുഡ് മോർണിംഗ്.